ട്രേഡേഴ്സിന് ഇരുട്ടടിയാകുന്ന തരത്തിലുള്ള ഒരു ബജറ്റാണ് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. STT ഓൾറെഡി ഹൈ STT ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതിലേക്ക് പിന്നെയും 50%, 150%മാണ് ഫ്യൂച്ചേഴ്സിനും ഓപ്ഷൻസിനും STT വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇത് കാര്യമായ ഇരുട്ടടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ കാണുകയും ചെയ്തു. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വളരെയധികം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും കൊടുക്കുന്ന ഒരു രാജ്യത്താണ് ഇത്രയധികം STT കൂടി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് അത്ര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല എന്നതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇനി ബജറ്റിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ 2-3 ദിവസം മുമ്പ്, ബജറ്റിന് 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ്, സ്കീംസ് വല്ലതും വന്നിട്ടില്ലെങ്കിൽ, ഡിഫൻസ് സെക്ടർ ആണെങ്കിലും, അതല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ആണെങ്കിലും, അതല്ലെങ്കിൽ റെയിൽവേ സെക്ടർ ആണെങ്കിലും കാര്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് ഒന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. നമുക്ക് ഒരു റെവല്യൂഷണറി അനൗൺസ്മെൻറ്റ്സ് ഒന്നും കാര്യമായിട്ട് കാണാനില്ല. പുതിയ ബുള്ളറ്റ് ട്രെയിനിനുള്ള, അതിവേഗ ട്രെയിനിനുള്ള കോറിഡോർസ്, 7 കോറിഡോർസ് വരുന്നുണ്ട്. അതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. അതിന് ബെനിഫിറ്റഡ് ആകുന്ന നല്ല വാല്യുവേഷനിലുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ് നമ്മുടെ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ സെമി കണ്ടക്ടേഴ്സിന് കുഴപ്പമില്ലാത്തൊരു അലോക്കേഷൻ, അത് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. അതാണ് പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഒരു സെക്ടർ നമ്മളൊന്ന് വാച്ച് ചെയ്യാം. ഓൾറെഡി ലൈം ലൈറ്റിലുള്ള ഒരു സെക്ടർ കൂടിയാണ് അത്, ഈ സെമി കണ്ടക്ടർ സെക്ടർ എന്ന് പറയുന്നത്. ഇനി ഡിഫൻസിനാണെങ്കിൽ അത് പൊതുവേ നോർമലി ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ ഒരു എന്താ പറയേണ്ടത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അനൗൺസ്മെൻറ്റ് കാണുന്നില്ല. അപ്പോൾ ഏതായാലും ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഒരു 1 വീക്ക് കൂടി കഴിഞ്ഞാലായിരിക്കും നമ്മൾ ശരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് വാച്ച് ചെയ്യാം. ഇനി ഇൻഫ്രാസ്ട്രക്ചറും സെയിം, ഈ സെക്ടറൊക്കെ വളരെ വീക്കായി കിടക്കുകയാണ്. ഇതിനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല എന്നതാണ്. ഇനി നമ്മുടെ മാർക്കറ്റിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ, നിഫ്റ്റി ചിലപ്പോൾ നമ്മൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നും 5-6% മാത്രം താഴെയായിരിക്കാം. പക്ഷേ സ്റ്റോക്കുകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്ക സ്റ്റോക്കുകളും 40%, 50%, 60% താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ഓവറോൾ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമില്ലാത്ത വളരെ മോശം ബജറ്റാണ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, ബജറ്റ് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്നതാണ് നമുക്ക് ഈ ബജറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ. അപ്പോൾ നമ്മൾ പഴയത് എങ്ങനെയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്, അതേ രീതിയിൽ പോവുക. റിസൾട്ട് ഏകദേശം സീസൺ കഴിയാറായി. അപ്പോൾ ഏകദേശം റിസൾട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ഏകദേശം ഒരുപാട് റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ നല്ല വാല്യുവേഷനിലുള്ള നല്ല റിസൾട്ട് വന്ന സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ നല്ല ടെക്നിക്കൽ സെറ്റപ്പ് കിട്ടുന്ന സമയത്ത് അതിൽ എൻട്രി എടുക്കുക.